ശരിയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം ശരിയായിട്ട് തന്നെ നടക്കും. Next we see, അടുത്തതായിട്ട് നാം കാണുന്നത്, in case of breakdown, the offended take the initiative to restore the communication. പ്രതിസന്ധികളൊക്കെ ഉള്ള ആ സമയത്ത് മാനസികമായിട്ട് മുറിവേറ്റ വ്യക്തിയാണ് ആ ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടത്. This may sound strange. ഇത് ഒരു പക്ഷേ വളരെ അപരിചിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. But the biblical principle is that. എന്നാൽ തിരുവചന തത്വം അങ്ങനെയാണ്. Matthew chapter 5 verse 23-24. മത്തായിയുടെ സുവിശേഷം 5:23-24 When you come to the altar, നാം യാഗപീഠത്തിന് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, and you remember your brother has something against you. നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും എതിരുണ്ടെന്ന് നിനക്ക് മനസ്സിൽ ഓർമ്മ വന്നാൽ, Not that you have anything against him. നിനക്ക് എന്തെങ്കിലും സഹോദരനോട് ഉണ്ടെങ്കിലല്ല, He has something against. സഹോദരന് നിന്നോടെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധം വന്നാൽ, So he is the offended. ആ സഹോദരന് അവനാണ് ആ മാനസികമായിട്ട് പ്രശ്നമുള്ളത്. You have no problem. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. So you got to, even though you have not done any mistake, ആ സഹോദരനുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും, but he has something against ആ you. സഹോദരന് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, Even if you are righteous, നിങ്ങൾ നീതിമാനാണെങ്കിലും you go to him. നീ അവന്റെ അരികിലേക്ക് പോകണം. Many a time we think the other way. പലപ്പോഴും നാം ചിന്തിക്കുന്നത് അതിനെതിരായിട്ടുള്ള വഴിയിലാണ്. He hurt me, he should apologize. ആ സഹോദരൻ എന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ട് ആ സഹോദരൻ എന്നോട് ക്ഷമ Or ചോദിക്കണം. she stopped communication, let she begin. അവൾ എന്നോടുള്ള ആശയവിനിമയം നിർത്തി, അതുകൊണ്ട് അവൾ തുടങ്ങട്ടെ. No, they are not in a right mental state at that time. പറയുന്ന ആ സമയത്ത് മനസ്സിന്റെ ശരിയായിട്ടുള്ള നിലയിലായിരുന്നില്ല അവർ. When he or she gets mentally upset and stops communication, you can't expect them to behave normally. അവനോ അവളോ അങ്ങനെ ഒരു പ്രത്യേക മാനസിക സ്ഥിതിയിൽ ആ ആശയവിനിമയം നിർത്തുകയാണെന്നെങ്കിൽ നമുക്കൊരിക്കലും അവർ തന്നെ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുകയില്ല. Maybe you are offended, he is the or she is the offender. ഒരുപക്ഷെ മാനസികമായിട്ട് പ്രശ്നം അനുഭവിച്ച ആൾ നാം ആയിരിക്കാം. But you take the initiative to restore the communication. അങ്ങനെയാണെങ്കിൽ നാം തന്നെ ആ ആശയവിനിമയം തുടങ്ങുവാൻ വേണ്ടി നാം താല്പര്യമെടുക്കേണ്ടതുണ്ട്. Next we see both share the responsibility of the consequences of the communication. ഈ ആശയവിനിമയം നടത്തുന്നതിന്റെ അനന്തരഫലം രണ്ടുപേരും ഒരുപോലെ പങ്കുവെക്കേണ്ടതാണ്. This is an inseparable relationship. അത് നമുക്ക് ഒരിക്കലും വേർപിരിക്കാൻ മേലാത്ത ഒരു ബന്ധമാണ്. They are one flesh. That's what the Bible says. അവർ ഒരു ദേഹമാണ്, ഒന്നാണ്. So when we think about the family, നാം കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, if we think about a simple mathematics, 1 + 1 / 2, നാം കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും കൂട്ടിയാൽ 2 എന്ന് കാണാം. divide by 2, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you arrive at 1. വീണ്ടും നാം 1ലേക്ക് വരും. That's the principle of the husband-wife relationship. അതാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അടിസ്ഥാന തത്വം. The ultimate product is 1. ഈ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഒന്നാണ്. Now this 1 + 1, ഈ 1 അധികം 1, it may be half plus 1.5. അത് ഒരുപക്ഷെ അരയും 1.5 ചേർന്നതായിരിക്കാം. Or it may be 3/4 and 1/4. അല്ലെങ്കിൽ മുക്കാലും 1/4 ചേർന്നതായിരിക്കാം. So you may give 1.5 marks to one spouse and the other may have only half. കുടുംബത്തിൽ ഒരാൾക്ക് 1.5 മറ്റേ ആൾക്ക് അരയും ഭാഗം കൊടുക്കാം നമുക്ക്. But when that is shared by 2, എന്നാൽ അവർ തമ്മിൽ ഇരുവരും പങ്കുവെക്കുമ്പോൾ the product is 1. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഒന്നാണ്. For the world outside, it is one family. വെളിയിൽ നിന്നുള്ള ലോകത്തിന് ഇത് ഒരു കുടുംബമാണ്. So you cannot when there is a breakdown, there is a problem in the family. കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ No, the wife cannot say, no, it is all because of him. No, he did the mistake. I don't know anything. ഭാര്യയ്ക്ക് ഒരിക്കലും ഭർത്താവിനെ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആ ഭർത്താവ് ചെയ്തുകൊണ്ടാണ്, ആ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയതെന്ന്. Neither he can say it is all because of her. She did the mistake. She said the wrong thing. ഭർത്താവിന് ഒരിക്കലും ആ ഭാര്യയുടെ മേൽ മുഴുവൻ കുറ്റവും ചാരുവാൻ അവകാശമില്ല. Both the parties equally share the consequences of the communication. ആ ഉത്തരവാദിത്വം രണ്ടുപേരിലും ഒരുപോലെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. Next we understand, അടുത്തായിട്ട് നാം കാണുന്നത്, your spouse is not only a partner but also a brother or sister in ഈ Christ. ഭാര്യ ഭർത്താവോ ഒരു ജീവിത പങ്കാളി മാത്രമല്ല, ക്രിസ്തുവിൽ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരനോ ആണ്. Always remember this. അതെപ്പോഴും നാം ഓർത്തിരിക്കണം.
We are talking about the Christian families. നാം ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ചാണ് The സംസാരിക്കുന്നത്. fundamental principle is a believer marries only a believer. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം So കഴിക്കുകയുള്ളൂ. you are marrying a brother or sister in Christ. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ക്രിസ്തുവിൽ ഒരു സഹോദരിയാണ്. So just because you married that person, he or she does not cease to enjoy the privilege of being treated as a brother or sister in Christ. അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രം ആ ക്രിസ്തുവിലുള്ള സഹോദരൻ എന്നുള്ള ആ പ്രിവിലേജ് അവർക്ക് നഷ്ടപ്പെടുന്നില്ല. She may be my wife. ആ സഹോദരി ഒരുപക്ഷെ എന്റെ ഭാര്യയായിരിക്കാം. I may be her husband. ഞാൻ അവളുടെ ഭർത്താവായിരിക്കാം. But it does not mean that she is not my sister in Christ. അതിന്റെ അർത്ഥം ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ ആ ക്രിസ്തുവിൽ സഹോദരി അല്ലെന്ന് വരുന്നില്ല. So he or she is always eligible to get all the respect as another brother or sister in Christ is able to get from you. ആ ഭാര്യയോ ഭർത്താവോ ക്രിസ്തുവിലുള്ള ഒരു സഹോദരനോ എന്നുള്ള നിലയിലുള്ള എല്ലാ ബഹുമാനത്തിനും യോഗ്യരാണ്. So please always remember, ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. when you flare up with your wife, when you really are angry with your husband, നിങ്ങൾ ഭാര്യ ഭർത്താക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വാശി പിടിച്ചിരിക്കുമ്പോൾ, you are not just offending your husband or wife, you are offending a brother or sister in Christ. നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ മാത്രം നിങ്ങൾ വേദനിപ്പിക്കുകയല്ല, ക്രിസ്തുവിൽ സഹോദരനെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ്. And we should never forget that. ആ കാര്യം നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ല. So the spouse is not only a partner but also a brother and sister in Christ. ഈ ഭാര്യയോ ഭർത്താവോ ഒരു ജീവിത പങ്കാളി മാത്രമല്ല, ക്രിസ്തുവിൽ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ആണ്. And finally, അവസാനമായിട്ട് all communications must result in glorifying God. എല്ലാ ആശയവിനിമയം ദൈവനാമ മഹത്വത്തിന് കൂടി വ്യാപരിക്കുന്നതായിരിക്കണം. You need to be always careful about that. ആ കാര്യം നാം എപ്പോഴും ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതുണ്ട്. Whatever I am trying to tell him or tell her, ഭാര്യയോടോ ഭർത്താവിനോടോ നാം പറയുന്ന ആ കാര്യങ്ങൾ ultimately it should all end up in glorifying അത് God. ആത്യന്തികമായിട്ട് അത് ദൈവനാമ മഹത്വത്തിനായിട്ട് വഴിതിരിയേണ്ടതുണ്ട്. There should not be a communication in my family between the spouses where God's name is put to shame. ആ ദൈവനാമ മഹത്വത്തിന് വരാത്ത ഒരു നിലയിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ആശയവിനിമയം ഉണ്ടാകുവാൻ പാടില്ല. I just like to share a few examples from the scriptures. തിരുവചനത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now, one is Adam-Eve communication, Genesis chapter 3 and verse 6. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 3:6 കാണുന്ന ആദമും ഹവ്വയും തമ്മിലുള്ള ആശയവിനിമയമാണ്. Now, Eve comes and talks to Adam. ഹവ്വ വന്നിട്ട് ആദമിനോട് സംസാരിക്കുന്നു. Now, regarding the forbidden fruit. ആ വിലക്കപ്പെട്ട കനിയോടുള്ള ബന്ധത്തിൽ. He takes it and eats it. ആദം ആ ഫലം എടുത്ത് കഴിക്കുന്നു. Now, she really loved him. വാസ്തവത്തിൽ ഹവ്വ ആദമിനെ വളരെ He സ്നേഹിച്ചിരുന്നു. loved her. That's why he took it from her. അതേപോലെ തന്നെ തിരിച്ചുമായിരുന്നു. അതുകൊണ്ടാണ് ആ പഴം അവളിൽ നിന്ന് വാങ്ങിച്ചത്. But then it brought a lasting consequence on the family. അതിന്റെ പരിണിത ഫലമായിട്ട് ഒരു വളരെയധികം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. There was an effective communication. അവർ തമ്മിൽ ഒരു ഉത്തമമായ ആശയവിനിമയം നടന്നു. But their communication was against God's plans. എന്നാൽ അവരുടെ ആശയവിനിമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടുള്ളതായിരുന്നു. So God has given his word to us. ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം നൽകിയിട്ടുണ്ട്. Even if the husband and wife agree together, you cannot violate the scriptural principles. ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ചെങ്കിൽ പോലും ദൈവവചനത്തിൽ നിന്നും നാം മാറിപ്പോകാൻ നമുക്ക് അനുവാദമില്ല. The second example is Rebecca. രണ്ടാമത്തെ ഉദാഹരണം റിബേക്കയാണ്. Genesis 27 and verse 6. ഉൽപ്പത്തി പുസ്തകം 27:6. She overheard her husband. റിബേക്ക തന്റെ ഭർത്താവ് പറയുന്നത് ഒളിച്ചു കേട്ടു. And she is coming and telling her son, I overheard your father telling your brother. പിതാവ് തന്റെ സഹോദരനോട് പറയുന്ന കാര്യം ഞാൻ ഒളിഞ്ഞു കേട്ടു എന്ന് ആ മകനോ യാക്കോബിനോട് വന്ന് പറയുന്നു. This is a very pathetic situation. അത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. When a husband or wife will have to hide and overhear what the other spouse is talking. ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്നത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? And then communicating it to someone else without the other person's knowledge. അത് മറ്റവർ അറിയാതെ തന്നെ അത് മറ്റൊരാളിലേക്ക് ആ കാര്യങ്ങളെ പകർന്നു കൊടുക്കുന്നു. She did it with a very good intention. അത് വളരെ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. Helping her son. തന്റെ മകനെ സഹായിക്കുന്നതിന് വേണ്ടി. But that was the reason why her son suffered all through the life. അതുകൊണ്ടാണ് ആ ജീവിതകാലം മുഴുവൻ തന്റെ ആ മകൻ വേദന അനുഭവിക്കേണ്ടി വന്നത്.
The third example is David's wife Michal. അതിന്റെ മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ദാവീദിന്റെ ഭാര്യ മീഖളാണ്. Now she was telling David when he was coming very joyously into the house after blessing the people. ജനത്തെ അനുഗ്രഹിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഈ മീഖൾ അവൻ ദാവീദിനോട് പറയുന്നു, how did I see the king dancing with the slave girls? സ്ത്രീകളുടെ കൂടെ, അടിമ സ്ത്രീകളുടെ കൂടെ ഈ രാജാവ് നൃത്തം ചെയ്യുന്നത് ഞാൻ എങ്ങനെ കാണുവാൻ കഴിയും എനിക്ക്? Why did she say that? എന്തുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത്? My husband, his dignity should be kept up. എന്റെ ഭർത്താവ്, ആ ഭർത്താവിന്റെ അഭിമാനത്തെ പാലിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. He should not be identified with the slave girls. ആ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്റെ ഭർത്താവ് എണ്ണപ്പെടുവാൻ പാടില്ല. It is a good intention. ആ ഉദ്ദേശം നല്ലതായിരുന്നു. But then that attracted the wrath of God over her. എന്നാൽ ആ പ്രവൃത്തി ദൈവത്തിന്റെ കോപം ഉണ്ടാകുവാൻ ഇടയാക്കി. Because that was not in God's plan. കാരണം ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. The next example is Ananias and Sapphira. അടുത്ത ഉദാഹരണമായിട്ട് അനന്യാസിനെയും സഫീറയെയും നമുക്ക് കാണുവാൻ കഴിയും. They plotted something. അവര് ഒരു പദ്ധതി ഉണ്ടാക്കി. And we see both of them died. അവര് രണ്ടുപേരും മരിച്ചതായിട്ട് നാം കാണുന്നു. There's a good communication between them. അവർ തമ്മിൽ നല്ല നിലയിലുള്ള ഒരു ആശയവിനിമയം നടന്നു. They planned something together. അവർ ഒരുമിച്ച് ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കി. But that was to cheat God. എന്നാൽ അത് ദൈവത്തെ കളിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. So all this example shows us, even though the husband and wife communicate, if it is outside God's plan, that will only bring destruction. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വേണ്ട വിധത്തിൽ ആശയവിനിമയം ചെയ്തിട്ട് തീരുമാനങ്ങൾ ഒരുമിച്ച് എടുത്താൽ തന്നെയും അത് ദൈവഹിതത്തിന്റെ അല്ലെ ദൈവവചനത്തിന്റെ പരിധിക്ക് അപ്പുറമാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അനുഗ്രഹമായിട്ട് മാറുകയില്ല. So let all our communications be in such a way that it will be approved by God. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആശയവിനിമയങ്ങളും ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട ദൈവഹിതപ്രകാരമുള്ളതായിരിക്കേണ്ടതുണ്ട്. Not that she is my wife, he is my husband, I can tell anything I want. അവൾ എന്റെ ഭാര്യ, അവൻ എന്റെ ഭർത്താവ്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ഉദ്ദേശം പാടില്ല. The Bible clearly says man is accountable for every word that comes out of his mouth. തന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കും അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. Matthew 12:36 says that. മത്തായിയുടെ സുവിശേഷം അത് നാം വായിക്കുന്നുണ്ട്. We see a good example of Aquila and Priscilla. അക്വിലയും പ്രിസ്കില്ലയെ കുറിച്ചുള്ള ഒരു നല്ല ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയും. We read their name together on many occasions. അനേക സ്ഥാനങ്ങളിൽ ഇവരുടെ പേര് ഒരുമിച്ച് നമുക്ക് കാണുവാൻ കഴിയും. They had an effective communication which helped the ministry a lot. ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു നല്ല ആശയവിനിമയം അവർ തമ്മിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Let our communication be always helping the ministry, the work of the Lord. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന നിലയിലായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ആശയവിനിമയം. Yes, God has created us in such a way that we can communicate to one another. നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്താവുന്ന നിലയിലാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. Let nothing prevent or cut off the communication between the husband and wife. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ആശയവിനിമയത്തിനെ യാതൊന്നും തടസ്സപ്പെടുത്താതിരിക്കാൻ ഇടയാകട്ടെ. Sometimes our jobs may take us so much away that we have no time to communicate with one another. ഒരുപക്ഷെ നമ്മുടെ ജോലി ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള തടസ്സമായിട്ട് മാറിയേക്കാം. But make sure that you always get some time to sit together, to talk with one another, exchange your feelings, share your burdens. എന്നാൽ ഒരു കാര്യം ഉറപ്പാക്കണം, ഈ സാഹചര്യമൊക്കെ ആണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കാനും വികാരങ്ങളെ പങ്കുവെക്കുവാനുമുള്ള ഒരു അവസരം കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. There is a possibility, take a vacation, take a holiday, go somewhere, be all alone and exchange a lot of things. അതിനുള്ള സാഹചര്യം ഉണ്ട്. അവധി എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് സമയം ചെലവഴിക്കുക, ധാരാളമായിട്ട് പരസ്പരം ആശയവിനിമയം ചെയ്യുക. We are created in such a way that we can communicate. നമുക്ക് പരസ്പരം ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ള നിലയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. Colossians chapter 4 and verse 6 says, കൊലോസ്യ ലേഖനം 4:6 പറയുന്നത്, let your speech always be with grace. നമ്മുടെ seasoned with salt. നമ്മുടെ വാക്കുകള് ഉപ്പുകൊണ്ട് രസം വരുത്തിയതായിരിക്കട്ടെ. So always let us be careful. നാം എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കുക. Time is up. Let me conclude here. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. God has brought the family together. ദൈവമാണ് കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. And whatever we do is to sustain the family, that the family might grow together. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും
കുടുംബത്തെ നിലനിർത്തുകയും അത് കുടുംബം ഒന്ന് ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നിലയിലായിരിക്കണം. But if we fail in our communication with one another, നാം പരസ്പരമുള്ള ആശയവിനിമയത്തിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ the basic purpose is defeated. അതിന്റെ അടിസ്ഥാന ഉദ്ദേശം തന്നെ തകർന്നു പോവുകയാണ്. So let us continue to talk to one another. നാം പരസ്പരം സംസാരിക്കുവാൻ ആശയവിനിമയം നടത്തുവാൻ ഇടയാകട്ടെ. Talk in the right way. ശരിയായ നിലയിൽ നാം ആശയവിനിമയം നടത്തുക. Even if there is some misunderstanding, എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെയും let not the sun go down in your wrath. അത് പരിഹരിക്കുന്നതിന് മുമ്പ് ആ സൂര്യൻ അസ്തമിക്കാതെ